റിൻസി, നിങ്ങൾ പുറപ്പെടാൻ തയ്യാറായോ? കൊച്ചിയിലേക്ക് വിളിച്ചു ചോദിച്ചായിരുന്നോ പ്ലെയിൻ എപ്പോഴാന്ന്? ആ പേപ്പറൊക്കെ എടുത്തോണം കേട്ടോ. പാസ്പോർട്ടും ടിക്കറ്റൊക്കെ മറക്കാൻ എടുത്തോണം. ആ പിന്നെ ആ കൊടംപുളി പ്രത്യേകം എടുത്തോണ്ട് പോകാം കേട്ടോ. ആ എടീ, ഞാൻ എന്നാലും പറഞ്ഞില്ലേ കുറച്ച് ചാമ്പയ്ക്കാ പറിച്ചോണ്ട് വരുന്നത്. ഇല്ലടി, കുഴപ്പമൊന്നുമില്ല. അതാ തോരത്തിൻ്റെ ഇടയ്ക്ക് വെച്ചോണ്ട് പോന്നാൽ മതി. ഞാൻ എത്ര പ്രാവശ്യം കൊണ്ടുവന്നേക്കണു. പിന്നെ അപ്പച്ചൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അത് കേരളത്തിന് പുറത്ത് ഇതുവരെയും പോയിട്ടില്ല. ആദ്യമായിട്ടാ പ്ലെയിൻ ഹെൽമെറ്റും കയറണേ. കാറേ കയറാൻ വരെ അതിന് പേടിയാ. അതൊന്നും സാരമില്ലടി. നീ ആ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് തന്നെ ഇരുത്തിയാൽ മതി. അപ്പച്ചൻ വല്ല കാഴ്ചയൊക്കെ കണ്ടെങ്കിൽ പോന്നോളൂ. ആ പിന്നെ ഞാൻ ഗിരിഗിരിക്കടെ നാളെ എയർപോർട്ടിൽ വന്നേക്കാം. ഓക്കെ. ആ എടി, ഒരു സെക്കൻഡ്, ഇവനെ ആയിട്ട് പറയാനുണ്ടെന്ന്. എന്നാ വേഗം പറ. ഹലോ റിൻസി ചേച്ചി, വരാത്തെ ആ തുളസിയൊക്കെ ഇട്ട് എടുത്ത കാച്ചി എണ്ണ കൊണ്ടുവരണേ. പിന്നെ പിന്നെ ഈ വട്ടത്തിലുള്ള മുറുക്ക്, പിന്നെ കുഴലപ്പം, പിന്നെ ഇങ്ങ് കൊണ്ടുപോവാ. നെയ്മീൻ. എടി, അവൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഉള്ളതൊക്കെ കൊണ്ടുവന്നാൽ മതി. ഇനി പ്രത്യേകിച്ച് മേടിക്കാനൊന്നും പോകണ്ട. ആ എന്നാൽ ശരി, നാളെ നമുക്ക് എയർപോർട്ട് വരുമ്പോൾ കാണാം. ഓക്കെ, ബൈ. നിനക്കെന്തിനാടാ കാച്ചി എണ്ണ? അല്ലെങ്കിൽ തന്നെ നിന്റെ തല പശു ക്രാവിന്റെ മേല് തക്കി പോലെ ഇരിക്കണേ. എന്റെ ദൈവമേ, നാളെ നേരം വെളുക്കുമ്പോൾ റിൻസ് ഇങ്ങെത്തും. ഈ വീടാണ് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുക. ഈ കോലത്തിൽ അവൾ ഇത് കണ്ടാ പിന്നെ ചെവിതല കേൾപ്പിക്കത്തില്ല. ആ സിങ്കിനകത്താണെങ്കിൽ നിറച്ച് പാത്രം കിടക്കുക. നീ കഴിഞ്ഞ ദിവസം മീൻ വറുത്ത ചട്ടി ഓർക്കണ്ടോ? അത് കരിഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. അത് ഉടനെ മാറ്റണം കേട്ടോ. നീ ആ കരിയാപ്പത് കേട്ടോ അതിന്റെ കോലം. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കമ്പനി കൂടിയപ്പോൾ പോലീസിനെ കണ്ടപ്പോഴേ ആ ബൈജു അതിന്റെ മൂട്ടി കള്ളം ഒഴിച്ചോന്നാ എനിക്ക് സംശയം. അത് കരിഞ്ഞു പോയി. അവളാണെ കുഞ്ഞുങ്ങളെ വളർക്കണ പോലെ വളർത്തിക്കൊണ്ടിരുന്ന. എനിക്കറിയാൻ മേല ഇനി എന്നെ ചെയ്യുന്നു. ചേട്ടാ, ഈ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഇത് മുഴുവൻ ക്ലീൻ ആക്കിയിട്ട് പോകുന്നുള്ളൂ. പിന്നില്ലേ, ഇന്ന് ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല. ഒരു മൂഡ് ഓഫ്. നിനക്ക് മൂടില്ലേ, പോകണ്ട. നമുക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കിയാൽ മതി കേട്ടോ. ഇതന്നെ ചേട്ടാ, ഇത് ഞാൻ കളഞ്ഞേക്കട്ടെ. അയ്യോ, കള്ള് കളയരുത്. നിനക്കറിയാമോ, അത് പാവാ. നാട്ടിലാണെ ആൾക്കാർ പൊരിവെയിലത്താ ഒരു തുള്ളി കള്ളിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കണത്. ആ ഒരു കാര്യം ചെയ്യാം, നീ വേണേ അത് കുടിച്ചോ. ഇല്ലേ അവിടെ വെച്ചേരെ, ഞാൻ വൈകുന്നേരം കുടിച്ചോളാം. ചേട്ടാ കുടിച്ചോ? ഞാൻ കുടിച്ചോളാം. അത് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ആ എടാ, നീ അഥവാ പോവുകയാണെങ്കിൽ നാളെ നേരം വിളിക്കുമ്പോൾ തന്നെ റെഡി ആയിട്ട് വന്നേക്കണം. ആ വണ്ടിക്കകത്ത് ഗ്യാസും അതിൻ്റെ ആ ടയറിനകത്ത് കാറ്റൊക്കെ ഉണ്ടോ എന്ന് നോക്കിയേക്കണം കേട്ടോ. ചേട്ടാ, കീ ഒന്ന് വന്ന്. എടാ, അത് നോക്കാൻ എന്തിനാടാ കീ? വണ്ടി തുറന്നല്ലേ കിടക്കണേ. എനിക്കൊന്നും വേണ്ട. ഒരുമാതിരി ലോറിയിലെ കിളികളെ കണക്ക് ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്യാം. ചേട്ടായില്ലേ പറഞ്ഞു എനിക്ക് ആ വണ്ടി ഓടിക്കാൻ തരാമെന്ന്. ചേട്ടാ, ഈ റിൻസി ചേച്ചി നാട്ടിൽ പോയ സമയത്ത് എനിക്ക് തരാമെന്ന് പറഞ്ഞല്ലേ. നീ ഒന്ന് തിരിച്ചിട്ടതിന് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ അപ്പുറത്തെ വീട്ടിലെ കാർന്നരെ കാണാതെയാ ഞാൻ പുറത്ത് പോകണമെന്ന് വന്നതും. പിന്നെ ഇനി ഞാൻ എങ്ങനെ നിനക്ക് തരും? അയ്യോ, വീട്ടിലെത്തിയപ്പോഴോ ഒരു സമാനമായത്. ആ ചെടിയൊക്കെ അങ്ങ് പൂത്തല്ലോ. ഇല്ല, ഇന്ന് വിളിക്കും. കൊച്ചിന്ന് വന്ന ആരെയും അറിയാമല്ലോ. Can we go to McDonald's now then? അവൻ വന്ന പാടി അപ്പനെ കാണുന്നതിന് മുമ്പ് മക്ഡാനൽസിൽ കയറുന്ന. ഇന്ന് വൈകുന്നേരം തന്നെ വാ. അല്ല, അപ്പച്ചനെന്തേ? നീ പിള്ളേരുടെ അകത്തേക്ക് വെക്കൂ. ഞാൻ ഗിരിയിരിക്കുന്ന പെട്ടിയൊക്കെ എടുത്തിട്ട് വന്നേക്കാം. അപ്പച്ചാ, ഇറങ്ങി വാ, നമ്മുടെ വീടെത്തി. എടാ, ഇതിന്റെ വീല് പോയി കിടക്കുക. നീ തലയിലേക്ക് വെച്ചോ. ആരെയില്ല, വലിയ കനമൊന്നുമില്ല. അവിടെ നില്ലടാ, ഇതുകൂടെ കൊണ്ടു. തൈലമൊക്കെ ഉള്ളതാ.
പൊട്ടാതെ സൂക്ഷിച്ച് കൊണ്ടോണേ. കൊച്ചുഞ്ഞേ, ഇവിടെ കാർ പോർച്ച് ഒന്നും ഇല്ലയോടാ? ഒരു കാർ പോർച്ച് കെട്ടിയിരുന്നെങ്കിൽ വല്ല മഞ്ഞും മഴയൊക്കെ വരുമ്പോ തുണി കളിക്കിടാൻ മേലായിരുന്നോടാ. നമുക്ക് ഉണ്ടാക്കാം. വാ. നിനക്കെപ്പോഴും മേലിറങ്ങി പണിയെടുക്കാൻ മേല അല്ലേ? ഈ പറമ്പ് മുഴുവൻ പുല്ല് വരുത്തി കിടക്കുന്നല്ലോടാ. ഒരു മമ്മട്ടി എടുത്ത് കളച്ച ആ പുല്ലെല്ലാം മാറ്റി വല്ല മാവോ പ്ലാവോ നടാമായിരുന്നല്ലോ. എൻ്റെ അപ്പച്ച ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളതൊന്നും നടാൻ പറ്റിയല്ല. അതെന്താടാ, ഇത് നിന്റെ പറമ്പല്ലേ? ഒരു വേലിയെങ്കിലും കെട്ടടാ, അതല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നം ഉണ്ടാവും. നമുക്ക് കേട്ടാ അകത്ത് പേര് ചായ കുടിച്ച് വർത്താനം പറയാം. ബാ. ഈ പ്ലെയിനിലിരുന്ന് മുറുക്കാൻ പറ്റാത്തത് എന്നോ ഇരിപ്പായിരുന്നു. ആ വാതിലൊക്കെ ജനലൊക്കെ കിഴക്കോട്ടായതുകൊണ്ട് നല്ല വെട്ടവും വെളിച്ചമൊക്കെ കിട്ടും. അയൽവക്കക്കാരായിട്ട് എങ്ങനെയാടാ? നല്ല സ്നേഹത്തിലൊക്കെയാണോ? ഇതുവരെ ഒരു കുഴപ്പമില്ല. അതെന്നാടാ, അടുപ്പോ? അപ്പച്ചാ തുപ്പല്ലേ? അത് അടുപ്പല്ല, അത് ഫയർ പ്ലേസ്. അതായത് തണുപ്പ് കാലത്ത് വീട് ചൂടാക്കാൻ വേണ്ടി വിറകിട്ട് കത്തിക്കാനുള്ള സ്ഥലം. ഓ, ഞാൻ വിചാരിച്ചു സ്വീകരണ മുറിയിൽ എന്തിനാ അടുപ്പെന്ന്. പിന്നെ സായിപ്പ്മാരുടെ രാജ്യമല്ലേ? അതെ. ഇതെന്താണ് ഇവിടെ എല്ലാം മെഴുതിരിയിരിക്കുന്നത്? ഇവിടെ ഈ പവർ കട്ട് ഉണ്ടോ? അല്ലല്ല, അത് പവർ കട്ട് ഉണ്ടായിട്ടൊന്നും അല്ല. നമ്മുടെ വീടിനകത്ത് അത് കത്തിച്ചു വെക്കുമ്പോ നല്ല മണം കിട്ടും. ആണോ? ആ. ഇതിനെന്നാ മണമാടാ? എടാ, നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ല ഒന്നാന്തരം ചന്ദനത്തിന് വാങ്ങിച്ച് പെട്ടിയിലിടുവായില്ലായിരുന്നോ? അതിപ്പോ ഞാൻ പ്രത്യേകം പറഞ്ഞോ, 2 മേടിച്ചിട്ടോണ്ട് പോരാൻ മേലഞ്ഞോ? അത് ശരിയാ. ഇതെന്താടാ മുറിക്കകത്ത് കരിവേപ്പ്? എന്റെ അപ്പച്ച ഇതിപ്പോ എല്ലാ ചോദ്യവും കൂടെ ഒന്നിച്ച് ചോദിച്ചാൽ ഞാൻ ചിറ്റി പോവുള്ളല്ലോ. നാളെ രാവിലെ തന്നെ അപ്പച്ചൻ തിരിച്ച് നാട്ടിലേക്ക് പോകണില്ലല്ലോ. ഇതിന്റെയൊക്കെ വിസ്തരിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇപ്പൊ വാ, നമുക്ക് ആ ചായ കുടിക്കാം. അവിടെ ഏതായാലും അപ്പച്ചന് ഈ പാൻറ്റും ഷർട്ടും ഒക്കെ നന്നായിട്ട് ചേരുന്നുണ്ട്. ഇപ്പൊ ഒരു സ്കൂൾ മാഷിന്റെ ഒക്കെ ഒരു ലക്ഷണമുണ്ട്. ഡൈ ഒക്കെ തൂത്തല്ലോ. ഡൈ തൂത്ത് കഴിഞ്ഞപ്പോൾ ഒരു 10-15 വയസ്സിന്റെ എളുപ്പം തോന്നുന്നുണ്ട് കേട്ടോ. അയ്യേ, കയ്യെ പറ്റി. ഇത് എന്നാ സാധനാ തൂത്തേ? ഷൂ പോളിഷോ? ഞാൻ പറഞ്ഞതല്ലേ ആ ബ്ലാക്ക് റോസ് മേടിച്ച് തൂക്കണമെന്ന്. എല്ലാ കടയിലും കിട്ടിയല്ലേ. ആ പോട്ടെ. അല്ല, ഇപ്പോഴെങ്കിലും അപ്പച്ചൻ അമേരിക്കക്ക് വരാൻ തോന്നിയല്ലോ. എത്ര കൊല്ലമായിട്ട് ഞാൻ കിടന്ന് വിളിക്കണതാ. ഈ കൂടെ അമ്മച്ചിക്ക് കിടങ്ങി പോകുന്ന എന്നായിരുന്നു? അങ്ങനെ രണ്ടുപേരുടെ പോന്നാ എങ്ങനെയാ? അവിടെ പിന്നെ ആരാ ഉള്ളത്? കഴിഞ്ഞ പ്രാവശ്യം അവൾ ഇവിടെ വന്ന് മറിയാമ്മയുടെ പിള്ളേരെ നോക്കി പോയതിന് ശേഷം അമേരിക്കയ്ക്ക് പോകാ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അല്ല, ഉള്ളത് പറയാമല്ലോ. ചേച്ചിയുടെ മൂത്തതിന് ഇച്ചിരി ശാഠ്യം കൂടുതലുമാണ്, പോരാത്തതിന് ഓവർ വെയിറ്റും. നിന്റെ അമ്മ മോശക്കാരത്തിയാ. ഞാനായതുകൂടെ കൂടെ കൊണ്ടു നടക്കണു. കഴിഞ്ഞ മാസം അവള് നിന്റെ ചേട്ടന്റെ കെട്ടിയതുമായിട്ട് ഒന്ന് ഉടക്കി. എന്നിട്ട് 2 മാസം കഴിഞ്ഞാ തിരിച്ചു വന്നേ. ആ, ഇതെന്നാ അപ്പച്ചൻ അരേ കത്തിയായിട്ടാണ് നടക്കണേ? പ്ലെയിനിൽ നിന്ന് കിട്ടിയതാ. ഞാനതിഞ്ഞ് കൊണ്ടുപോന്നു. കാശ് എത്ര എണ്ണി കൊടുക്കണതാ, പക്ഷെ മൂർച്ച പോരാ. ഇത് തന്നെയല്ല, വേറെയും പലതും ഉണ്ട് എൻ്റെ കയ്യില്. ഇതുണ്ടോ, നല്ല മണമുള്ള സോപ്പ്. ഇത് എന്നാത്തിനാന്ന് പോലും എനിക്കറിയാൻ പാടില്ല. വേറൊരെണ്ണം. അല്ല, ഇനിയും പോക്കറ്റ് സ്ഥലം ഉണ്ടായിരുന്നല്ലോ. എന്നാ പൈലറ്റിനെ കൂടെ ഇങ്ങോട്ട് അടിച്ചോണ്ട് പോരാൻ മേലഞ്ഞോ? നമുക്ക് കാർ ഓടിക്കാൻ ഒരാളാകുമായിരുന്നല്ലോ. വേറെ ഒരു സാധനം കൂടെ ഉണ്ട്. ഇതേ ഞാൻ ആ പ്ലെയിനിന്റെ സൈഡിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരാണി പോലെ പൊങ്ങി പൊങ്ങി വരുന്ന കണ്ട് ഞാനത് തിരിച്ചെടുത്ത് ഞൂരിയെടുത്തു. ഞാനിത് കൊണ്ടുപോകുന്നു. എന്റെ ദൈവമേ, റിൻസിയേ, നീ ആ ന്യൂസ് ഒന്ന് വെച്ചേ. ഏതെങ്കിലും പ്ലെയിൻ കടലിൽ പോയോന്നോ? എന്റെ അപ്പച്ചാ, അത് ഊരാൻ കൊള്ളുവോ? എങ്ങനെയുണ്ടായിരുന്നു ഡീഗാലാൻഡ്? I told you Legoland is better than Disneyland. Whatever. Legoland. ചേട്ടൻ ഡിസ്നിലാൻഡ് പോയിട്ടുണ്ടോ? ഡിസ്നിലാൻഡ് അതെവിടെയാ? എൻ്റെ വല്യമ്മച്ചിനെ കണ്ടായിരുന്നോ ആ റോസ് ഫ്ലവർ മേടിക്കാൻ വന്ന? ഞാൻ കണ്ടായിരുന്നു. ചേട്ടൻ്റെ അതേ ഹൈറ്റും അതേ മുടിയും. എൻ്റെ വല്യമ്മച്ചി എപ്പോഴും എന്നോട് പറയായിരുന്നു എനിക്ക് വല്യമ്മച്ചിയുടെ സൗന്ദര്യമാണ്. ആ, ഞാൻ ഡ്രൈവിംഗ് ഓടിക്കാൻ പഠിച്ചാ? Does that mean we can go to McDonald's? I need a burger. ഞാൻ നാട്ടിലത്തെ ചോറും കറിയും കഴിച്ച് എനിക്ക് മടുത്തിരിക്കും. എനിക്കിപ്പോൾ ഒരു ബർഗർ വേണം. പോകാൻ പറ്റുമോ? ടെൽ ഡാഡി. അല്ല, വേണ്ട, ചേട്ടായി സമ്മതിക്കത്തില്ല. ടെൽ മമ്മി. അപ്പച്ചാ
അപ്പച്ചനെയും മുറി കിടന്നു. ഇത് മത്തായ കുഞ്ഞിൻ്റെ മുറിയാ കേട്ടോ. ഹെ, ഈ തോക്കും കുന്തൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന പടം മാറ്റി വല്ല പുണ്യാളന്മാരുടെ പടം വെക്കാൻ പോലെയാണ് മത്തായിച്ച. ആ ഇത് കൊള്ളാം. ഇതേതാ ഈ കറുത്ത പുണ്യാളൻ? അവൻ പുണ്യാളിലൊന്നും അല്ല അപ്പച്ച, അവനിവിടുത്തെ പേര് കേട്ട ഒരു റേപ്പറാ. റേപ്പർ അല്ല ഡാഡി, റാപ്പർ. അത് തന്നെയാ ഞാനും പറഞ്ഞത്, റാപ്പർ. നിങ്ങളൊക്കെ ഒന്ന് മാറിക്കേ, അപ്പച്ചനെ ഇച്ചിരി വിശ്രമിക്കട്ടെ കേട്ടോ. ആ ചേട്ടായി ഞാനും ഇറങ്ങുവാ. നിനക്ക് എന്നെ എത്ര ധൃതി? എനിക്ക് ആ ടീനൊക്കെ വരെ ഒന്ന് പോകണം. ആ പൈസ വല്ലതും ഉണ്ടോ കയ്യിൽ? ആ കുഴപ്പമില്ല, പൊക്കോ. ആ അല്ലേ അപ്പച്ചനൊരു കാര്യം ചെയ്തേ, ഇവിടെ വിശ്രമിച്ചോ കേട്ടോ. ആ ഞാൻ അപ്പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. അവൻ ഏതാണ് ആ പോയവൻ? ആ അവൻ എൻ്റെ അസിസ്റ്റൻ്റാ. ഞാനൊരു ഇൻഷുറൻസിൻ്റെ ബിസിനസ് തുടങ്ങിയ കാര്യം ഞാൻ അപ്പച്ചനോട് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ. ആ അവൻ ആ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ആ എന്ത് ശമ്പളം കൊടുക്കണം? അതിപ്പോൾ മണിക്കൂറിന് ഒരു 8-10 രൂപ വെച്ച് ഞാൻ കൊടുക്കും. പിന്നെ പോളിസി പിടിക്കുന്നതനുസരിച്ച് അതിൻ്റെ കമ്മീഷനും കൊടുക്കും. ഏതായാലും കാഴ്ചയിൽ ഇത്രയൊക്കെ ഉള്ളെങ്കിലുണ്ടല്ലോ, നല്ല ആത്മാർത്ഥ ഉള്ളവനാ, ഒരു കുഴപ്പമില്ല, നമ്മുടെ കൂടെ വന്നോളും. എപ്പോഴും ഇവിടെയൊക്കെ തന്നെ കാണും പുള്ളി. പക്ഷെ കക്കാതെയും മോട്ടിക്കാതെയൊക്കെ നോക്കിക്കോണം, കാലം മാറിയാ. ഇവൻ അങ്ങനെയൊന്നുമല്ല, എല്ലാ കാര്യത്തിനും പുള്ളി ഇവിടെയൊക്കെ തന്നെ കാണും എപ്പോഴും. കൊച്ചുഞ്ഞെ, നീ ആള് ശുദ്ധനാ, അതുകൊണ്ട് പറയാ പണിക്കാരുടെ പേരിൽ എപ്പോഴും ഒരു കണ്ണു വേണം. ഇതുവരെ അവനെ കണ്ടൊരു പ്രശ്നവുമില്ല. ഇനി അപ്പച്ചനായിട്ട് പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. അപ്പച്ചനാ മോൻ അവൻ്റെ മുറി പോയെന്നും പറഞ്ഞ് മോന്തം വീർപ്പിച്ച് നടക്കുന്നുണ്ട്. അതിനാ അവൻ മോന്ത വീർപ്പിക്കണേ? അവൻ വരാന്തലൊന്നും അല്ലല്ലോ കിടക്കണേ. ഒന്നാന്തരം സ്ലീപ്പിംഗ് ബാഗി പെരയ്ക്കകത്താ കിടക്കണേ. അവനേ ഒരു കുറച്ച് നാൾ നിലത്ത് കിടന്ന് പഠിക്കട്ടെ. അല്ലടി, നാട്ടിൽ പോയിട്ട് എന്നാ ഉണ്ട് വിശേഷം? കല്യാണമൊക്കെ കേമായിട്ട് നടന്നോ? പെണ്ണിൻ്റെ വീട്ടുകാരെ അച്ഛനെ പ്രത്യേകം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, ഞാൻ പോകാത്ത നന്നായി. അല്ലെങ്കിൽ അവർ വെറുതെ എന്നെ കൈവച്ചനെ. കുറച്ച് ദ്രോഹം വല്ല ആണോ ഞാൻ അതുങ്ങളോട് ചെയ്തത്? തമാശയും പറഞ്ഞ് ഇവിടെ ഇരുന്നു. നാട്ടിലെ വില പോയിരിക്കുന്ന ഒരു പോക്കേ. അച്ഛൻ വിചാരിക്കുന്ന പോലെ നാട്ടിൽ പോയി നമുക്ക് സെറ്റിൽ ചെയ്യാനൊന്നും ഒക്കുകയല്ല. എന്നാ വിലയാ സാധനങ്ങൾക്കൊക്കെ. 1000 രൂപയ്ക്ക് ഒരു മീൻ മേടിച്ചാൽ കഷ്ടിച്ചൊരു നേരം കൂട്ടാനുള്ളതേ ഉള്ളൂ. എങ്കിലും എന്ത് വില കൊടുത്തും മേടിക്കാൻ ആളുകൾ റെഡിയാ. എവിടുന്ന ഈ ആൾക്കാരുടെ കയ്യിൽ കാശെന്നാ ഞാൻ ഓർക്കണേ. ഇപ്പോഴത്തെ കാലത്ത് ഇനിയിപ്പോൾ നാട്ടിൻപുറത്ത് പോലും 1 സെൻറ്റ് സ്ഥലം വാങ്ങിയത് നടക്കുകയല്ല. ഭയങ്കര വിലയല്ലേ അല്ലേ? സ്ഥലത്തിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആ ജോണിയില്ലേ, ആ പാലക്കാട്ട് റബ്ബറൊക്കെ ഉള്ള, പണ്ട് എനിക്ക് അവൻ്റെ ഒരു കല്യാണ ആലോചന വന്നതാ. പക്ഷേ അവൻ സെറ്റിൽഡ് അല്ലെന്നും പറഞ്ഞ് ഡാഡി സമ്മതിച്ചില്ല. പക്ഷേ ഇപ്പോൾ അവൻ വെച്ചിരിക്കുന്ന ആ വില്ല ഒന്ന് കാണണം. ഭോഗം വില്ല ആയിരിക്കും. ആ വില്ല വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട് ഒരു ബൊഗേൻ വില്ല തന്നെ. സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള ഒരു വില്ലയാ. പിന്നെ പാലക്കാട്ടാ പൂള്, അതുപോലെ ചാണാക്കുഴി വെള്ളം നിറഞ്ഞു കിടന്നായിരിക്കും. അവനെ കെട്ടിയിരുന്നെങ്കിലേ വല്ല റബ്ബറും വെട്ടി പാലും എടുത്ത് ഒട്ടുപാലും പറിച്ചോണ്ട് നടക്കാറുണ്ട്. ഫ്രണ്ട്സേ, ദേവി ഏത് ഇനി ഈ വീട്ടിൽ പരിപ്പേറി വെക്കരുത്. വല്ല മോരുകറിയോ മീൻകറിയോ ഒക്കെ വെച്ചാൽ മതി. ഇല്ലേ അപ്പം കിടത്തി ഉറക്കിയല്ല. ഇപ്പം എൻ്റെ പരിപ്പ് കറിക്കാ കുറ്റം. ആ ഫ്ലൈറ്റ് വന്നപ്പോൾ ഒരു സാധനം അപ്പച്ചൻ വിട്ടിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് പോലും 2 തവണയാണ് അപ്പച്ചൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ആ എയർ ഹോസ്റ്റസിനെ നിലത്തിരുത്തിയിട്ടില്ല. കുടിയുടെ കാര്യം പിന്നെ പറയാൻ വേണ്ട. അവൾ ഒന്നുകൊണ്ട് വെച്ചിട്ട് തിരിച്ച് വെല്ലുമ്പോഴത്തേക്ക് അടുത്തതിന് വിളിച്ചു കഴിഞ്ഞു. എന്നെയും കൊണ്ട് 2-3 പ്രാവശ്യം മേടിപ്പിച്ചു അപ്പച്ചൻ. അപ്പച്ചൻ ഇതൊക്കെ ഒരു കൗതുകല്ലേടി. എന്തുവാ ആ മാതാമയെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നോ? ദേ അപ്പച്ചൻ ഇനിയും ഗ്യാസ് മൂക്കുന്നതിന് മുമ്പ് നമുക്ക് കിടക്കാം, അല്ലേ ഇന്ന് ഉറക്കം നടക്കുകയല്ല. കൊച്ചുഞ്ഞേ, എടാ കൊച്ചുഞ്ഞേ, എന്നാ അപ്പച്ചാ? നീ കോഴിക്കോടൊക്കെ അടച്ചോടാ. ഇവിടെ എവിടെയാ അപ്പച്ചാ കോഴിയും കൂടും? അപ്പച്ചൻ കിടന്ന് ഉറങ്ങാ, രാവിലെ കാണാം. അപ്പച്ചന് നാട്ടിലെ ഓർമ്മയാ കോഴിയും കൂടും. അപ്പച്ചാ, ഇതാണ് നമ്മൾ ഭക്ഷണം ചൂടാക്കി തിന്നാനുള്ള പെട്ടി. ഇത് ഉണ്ടല്ലോ, ഇതാകുമ്പോൾ അപ്പച്ചന് എളുപ്പമുണ്ട്. ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോൾ എന്തെങ്കിലും ചൂടാക്കി കഴിക്കാമല്ലോ. ഇത് ഈ കുത്തുകുത്ത് കാണല്ലേ, ഇവിടെ അങ്ങ് ഞെക്കിയാൽ ഇതിങ്ങ് തുറന്നു വരും. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇച്ചിരി ഭക്ഷണം എടുത്ത് നമ്മൾ ഇവിടെ വെക്കും. ഈ പിഞ്ഞാണത്തിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഈ കോപ്പ കൊണ്ട് അങ്ങ് മൂടണം.
എന്നിട്ട് ഇങ്ങനെ അടയ്ക്കുക. ഇപ്പൊ 2 മിനിറ്റ് ചൂടാക്കിയാൽ മതിയെങ്കിൽ ഈ 2 ചെക്കിയിട്ട് 2 പൂജ്യം അങ്ങിടണം. എന്നിട്ട് ഈ സ്റ്റാർട്ടെല്ലാം അങ്ങ് വെക്കുക. അതെ അങ്ങ് ഇറങ്ങിക്കോളൂ. അപ്പൊ ഇത് എവിടെയാടാ കത്തിക്കുന്നേ? ഇത് കത്തിക്കൊന്നും വേണ്ട. അതേ ഓണാക്കിയപ്പോൾ ഇത് കറങ്ങണ കണ്ടോ? അപ്പോൾ അത് തന്നെ അങ്ങ് ചൂടാവും. ചൂടായി ആ 2 മിനിറ്റ് കഴിയുമ്പോൾ ഓ എന്നൊരൊച്ച കേൾക്കും. അന്നേരം തീർന്നു. അന്നേരം വീണ്ടും ഇതേ ഞെക്കി ഇതിങ്ങ് എടുത്ത് അവിടെ ഇരുന്ന് കഴിച്ചു വെച്ചാൽ മതി കേട്ടോ. എനിക്ക് വയസ്സാം കാലത്ത് ഇതൊന്നും പറ്റുകയില്ല. ഞാൻ ഇതിൽ തന്നെ കത്തിച്ചോളാം. എൻ്റെ അപ്പച്ചൻ അതിപ്പോൾ അവിടെ അപ്പച്ചൻ ചൂടാക്കണേന് എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല. അത് ഇപ്പോൾ ഓഫ് ചെയ്യാനോ മറ്റേ മറന്നുപോയാൽ വലിയ പുലിവാലാവും. ഞങ്ങളിവിടെ ഇല്ല താനും. അതുകൊണ്ട് അത് വേണ്ട, ഇതിനകത്ത് തന്നെ ചൂടാക്കിയാൽ മതി. നീ എന്നെ അത്ര കൊച്ചാക്കണ്ട. നമ്മുടെ തറവാട്ടിലും ഉള്ളതാ ഇതുപോലെ ഒരെണ്ണം. അതെനിക്കറിയാം. പക്ഷെ അടുക്കളയിൽ അവിടെ അപ്പച്ചനല്ലല്ലോ ഉണ്ടാക്കണേ, അമ്മച്ചിയല്ലേ അവിടുത്തെ കാര്യങ്ങൾ നോക്കണേ. അതുകൊണ്ട് ഇതേ ചൂടാക്കിയാൽ മതി കേട്ടോ. കൊച്ചുകുഞ്ഞേ, എടാ കൊച്ചുകുഞ്ഞേ, എന്നാ അപ്പച്ച വല്ല തെറ്റിയും വീണോ? ഇവിടെ വെള്ളം എടുക്കുന്ന ബക്കറ്റ് എന്ത്? വെള്ളം എടുക്കണ്ടേ? ഓ അതാണ് കാര്യം. അവിടെ ആ പേപ്പർ ഇരിപ്പില്ലേ, അത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ പേപ്പറോ? ഓ എടാ ഇത് വെച്ച് എങ്ങനെയാ? എനിക്കിതൊന്നും ശീലമില്ല. നീ ആ ബക്കറ്റിൽ ഇച്ചിരി വെള്ളം കൊണ്ടെടുത്തേ. ഇവിടെ എല്ലാവരും അതുകൊണ്ടൊക്കെയാ കാര്യങ്ങൾ നടത്തണേ. അപ്പച്ചൻ ഇന്നിപ്പോ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. നാളെ ബക്കറ്റോ കിക്കറ്റോ എന്നാ മേടിക്കാൻ ഞാൻ. എന്നാലും ഈ അമേരിക്ക വലിയ നാടാ എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പർ വെച്ചാണ് തുടയ്ക്കുന്നത്. റിൻസി, എടി റിൻസി, ഞാൻ ആ ടോയ്ലറ്റ് വെച്ചിരുന്ന ന്യൂസ് പേപ്പർ എന്ത് ചെയ്യേ? ഞാൻ ഇവിടെ മുഴുവൻ നോക്കി, അത് കണ്ടില്ല. എല്ലാപ്പോഴും ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴാ പത്രം ഒന്ന് വായിക്കണേ. അത് മുഴുവൻ ഞാൻ ഉപയോഗിച്ചടാ. എനിക്ക് നിങ്ങളെ പോലെ ഒരു ഷീറ്റ് കൊണ്ടൊന്നും കാര്യം നടക്കുകയില്ല. ദൈവമേ, അപ്പച്ചൻ അതാണോ ഉപയോഗിച്ചത്? ഇനി ആ കോവാലനെ വിളിക്കേണ്ടി വരികയല്ലേ? അപ്പച്ച, ഞങ്ങൾ വീട്ടിലില്ലാത്ത സമയത്തെ എന്തെങ്കിലും കാരണവശാൽ ഞങ്ങളെ വിളിക്കണം തോന്നിയാലേ ഞാൻ 1-2 നമ്പർ പറഞ്ഞുതരാം. ഒന്ന് എഴുതിയെടുത്തോ. 9876 9876. ഈ നമ്പർ കുത്തിയിട്ടേ ജോർജ് ജോർജ് എന്ന് പറഞ്ഞാൽ മതി. അത് എടുക്കേണ്ട പെണ്ണുമ്പിള്ള എൻ്റെ കൊണ്ട് തന്നോളും കേട്ടോ. പിന്നെ വേറെ ഒരെണ്ണം എഴുതിക്കോ, 911. അതാരുടെ നമ്പറാടാ? റിൻസിയുടെ നമ്പറാണോ? ചിലപ്പോൾ അവളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പം ആ നമ്പർ വിളിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പക്ഷെ അതല്ല, അത് ഇവിടുത്തെ പോലീസിന്റെ നമ്പറാ. അപ്പച്ചനെന്തിനാ ഇത് 2 കൂടെ ഒന്നിച്ച് എഴുതി വെച്ചേ? മാറിപ്പോയെങ്കിൽ ആ പുലിവാലാവും. അല്ലെങ്കിൽ ആ മുകളിലത്തെ നമ്പറിന്റെ അപ്പുറത്ത് ജോർജ്, അടിയിൽ പോലീസ് എന്ന് എഴുതിക്കോ. അപ്പച്ചൻ്റെ ബോറടിക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഈ TV എങ്ങനെയാ ഓൺ ആക്കണമെന്ന് ഞാൻ ഒന്ന് പഠിപ്പിച്ചു തരാം. ഈ പരന്ന റിമോട്ടിൽ പവർ എന്നുള്ളിടത്ത് ഒറ്റ ഞെക്കി ഞെക്കണം. എന്നിട്ട് അതേലെ തന്നെ 3 ഒന്നോടെ ഞെക്കണം. എന്നിട്ട് പിന്നെ ഈ ഉണ്ട റിമോട്ടിൻ്റെ ഈ നീല ബട്ടൺ ഉണ്ടല്ലോ, ആ വീഡിയോ ഒന്ന് ഞെക്കണം, ഒന്ന് ഞെക്കണം. എന്നിട്ട് ഈ 1 എന്ന് പറഞ്ഞ റിമോട്ടിൽ 4 അങ്ങ് ഞെക്കിയാൽ മലയാളം പരിപാടി വരും. ഇതിലൊക്കെ എത്ര എളുപ്പമാടാ വല്ല മൈസൂരായിട്ട് പരീക്ഷയ്ക്കും പഠിക്കുന്നത്. എടാ ഒരു TV കാണാൻ എന്തിനാണ് ഈ 3 സുനാപ്പി? നീ ഒരു കാര്യം ചെയ്താൽ മതി. നീ പോണതിന് മുമ്പ് ഇതങ്ങ് ഓണാക്കിയിട്ടിട്ട് അങ്ങ് പൊക്കോ. പിന്നെ അപ്പച്ച പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. അപ്പച്ചൻ മീൻകറിയും ചോറും മോരും ഒക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പച്ചൻ വിശക്കുമ്പോൾ ഒന്ന് ചൂടാക്കി കഴിച്ചോണേ. അതൊക്കെ ഞാൻ കഴിച്ചോളാം, നിങ്ങൾ പൊക്കോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങണമൊക്കെ കൊള്ളാം, അധികം ദൂരോട്ടൊന്നും പോകണ്ട. കാരണം ഇവിടുത്തെ വീടുകളെല്ലാം ഒരുപോലെ ഇരിക്കും. വഴിയെങ്ങാനും തെറ്റിപ്പോയെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരു കുഞ്ഞിനെയും കാണിയല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഫോൺ വിളിക്കും. ഫോണൊന്നും എടുക്കണ്ട. ഇൻഷുറൻസ് കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കണമായിരിക്കും. ഇൻഷുറൻസ് 3-4 മാസമായി തുടങ്ങിയിട്ട്. അതിൻ്റെ പേര് ഒരു ഫോൺ കോളേലും വന്നിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കും. അപ്പച്ചൻ എടുത്തില്ലെങ്കിൽ പിന്നെ വിവരങ്ങൾ എങ്ങനെ അറിയുന്നത്? അപ്പച്ച ഫോൺ എടുക്കണം, അല്ലെങ്കിൽ വിവരം അറിയല്ല. നമ്മുടെ ആ തൈക്കാട്ട കറിയില്ലേ, അവന് ഇവിടെ 5-8 വർഷമായിട്ട് അമേരിക്കയിലാ. ഞാൻ അവന് ഇവിടുത്തെ നമ്പർ കൊടുത്തു. അവൻ ചിലപ്പോൾ ഇങ്ങോട്ടൊന്ന് വിളിക്കുമായിരിക്കും. എന്നാ പിന്നെ എടുത്തോ കേട്ടോ. എന്നാ പിന്നെ നമുക്ക് വൈകുന്നേരം കാണാം. വാതിലടിച്ചിരുന്നു. ഹലോ Hello, is this the insurance company? കറിയല്ലേ? കറിയാണോടാ? No, this is not Korean, this is Chinese. എടാ കറിയാ? നിനക്ക് എന്ത് പറ്റിയടാ? നിനക്ക് വല്ല ജലദോഷവും പിടിച്ചോടാ? Man, everything is outsourced to the Indian.
ഇവരെ തീപ്പെട്ടി എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു? ഷേ, ആ എന്നാ ഇതിൽ തന്നെ ഒന്ന് നോക്കിക്കളയാം. റിൻസേ, എടി എന്റെ വണ്ടി നന്നാക്കാൻ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. അത് നാളെ കിട്ടുള്ളൂ. ഓക്കെ, നിന്റെ ജോലി കഴിയുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഞാൻ വിളിച്ചാൽ ഇച്ചിരി മുമ്പ്. പ്രശ്നമൊന്നുമില്ല. അപ്പം സുഖമായിട്ടിരിക്കണം.